അപ്പോൾ ഞാൻ നിൽക്കുന്നത് പയറൊക്കെ നട്ട ആ സ്ഥലത്താണ്. അമര, വെണ്ട, തക്കാളി, ഉറുമ്പുണ്ട് കേട്ടോ. വെച്ചതാണേ, ബഡ് ചെയ്ത മാവാണ്. എന്ത് രസമല്ലേ കാണാൻ പയറിൻ്റെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലച്ചി വ്ളോഗ്സ്. അപ്പോൾ ഞാനും അമ്മും കൂടി, അമ്മ ഉണ്ടോ, എൻ്റെ അച്ഛൻ്റെ പയർ കൃഷിത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ചക്കാലക്കുത്താണുള്ളത്, എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അച്ഛൻ ഭയങ്കര കൃഷിയോടൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോരോ നട്ട് നനച്ചൊക്കെ ഉണ്ടാക്കും. എനിക്കും കൊണ്ടുത്തരും, എല്ലാവർക്കും കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഏതായാലും പയറ് മാത്രമല്ല, വേറെ കുറേ എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് പയറൊക്കെ നട്ട ആ സ്ഥലത്താണ് കേട്ടോ. കാണിച്ചു തരാം. ഉണ്ടോ, 2-3 വരിയുണ്ട്. അതിൽ പന്നീൻ്റെ ശല്യം ഭയങ്കര ആയതുകൊണ്ട് മറച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ പച്ച മാറ്റുകൊണ്ട് ഇങ്ങനെ മറച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും കാണിച്ചു തരാം. പിന്നെ പയറ് മാത്രമല്ല കേട്ടുള്ളത്, അമര, വെണ്ട, തക്കാളി, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. വിശദമായിട്ടൊന്ന് കണ്ടോ. ഇതൊക്കെയാണ് പയറ്. വേണ്ടോ, ഒരു ഇംഗ്ലീഷ് വളം ഇടാതെ ചാണകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ആണ്, അങ്ങനത്തെ വളങ്ങൾ മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കേണ്ടത്. നല്ല ഇലയും പയറും. ഇപ്പോൾ ഓണത്തിനൊക്കെ ഇവിടെ നിന്നാണ് പയറെടുത്തതെന്ന് പറഞ്ഞു. വെണ്ടയ്ക്കൊക്കെ നല്ല നീളമുണ്ട് കേട്ടോ. ഒരു ദിവസം എനിക്ക് കൊണ്ടു തന്നിരുന്നു രാമകുത്തിക്ക്. അപ്പോൾ നല്ല നീളമുള്ള പയറാണ്, വിഷമില്ലാത്ത പയർ. അതിന് ഓരോ പ്രാണികളൊക്കെ വന്ന് തിന്നണേന് ഓരോ കെണികളൊക്കെ വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഓരോ ഐഡിയകളാണ് കേട്ടോ. നിറയെ ഉറുമ്പുണ്ട് കേട്ടോ, കെണി വെച്ചിട്ടേ ഉറുമ്പുണ്ട്. എന്താ കൂട്ടം കൂട്ടമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇല ഉപ്പേരി വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ ഉപ്പേരി എന്ന് പറയും, ചിലവർ തോരൻ വയ്ക്കുക എന്നൊക്കെ പറയും. എന്താ തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് ചതച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വയ്ക്കുക. അങ്ങനെയാണ് പയറിൻ്റെ ഇല തോരൻ വയ്ക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇത് വെണ്ടയാണ് കേട്ടോ. കുറേ ഓണത്തിനൊക്കെ കുറേ പറിച്ചിട്ടുണ്ടായി വന്നപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെണ്ടയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ അമര. ഇതിൻ്റെ കുരു, അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊരു പരിപ്പുണ്ട്. അത് നല്ല ടേസ്റ്റാണ് ഉപ്പേരി വെച്ചാലൊക്കെ. അമര കുറേ ഉണ്ട്. പിന്നെ ഈ മാവ് കണ്ടോ, ഇത് അച്ഛന് വാങ്ങി വെച്ചതാണ്. ബഡ് ചെയ്ത മാവാണ്. ഇത് ഇത്ര വലിപ്പമുള്ളൂ കണ്ടോ. അപ്പോൾ തന്നെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അതിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ മാഞ്ഞു വയ്ക്കുന്നു കണ്ടോ. ഇത് നല്ല അടിപൊളി ആയില്ലേ. പിന്നെ ഇവിടെ എവിടെയോ ഒരു കിളിക്കൂടുണ്ട് എന്ന് അമ്മ പറഞ്ഞിരുന്നു. അതെവിടെയാണ്, നമുക്കൊന്ന് തപ്പി വെക്കാം. മരം കൊത്തീൻ്റെയോ അങ്ങനെ എന്തോ ഒരു കിളിക്കൂടുണ്ടെന്ന് പറഞ്ഞിരുന്നു അമ്മ. നോക്കി നോക്കാം നമുക്ക് എവിടെയാണെന്ന്. ഇപ്പോൾ ഗായ്സ് ഇത് കണ്ടോ, ഇത് ചെറിയ കിളീൻ്റെ കൂടാണ്. ഈ കിളിയൊന്നുമില്ല. ഇത് രസമല്ലേ കാണാൻ പയറിൻ്റെ ആ ഭക്ഷണമല്ല അത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചെറിയൊരു കുഞ്ഞു കൃഷിത്തോട്ടമാണ്. വീടിൻ്റെ മുന്നിൽ തന്നെ ഓരോന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത്
നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കും കേട്ടോ. അതിപ്പോൾ ഈ ഒരു സീസണിൽ ഉണ്ടാക്കിയതാണ്. അതിന് മുന്നേ എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന പന്തലിൽ പടവലങ്ങിയും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മത്തൻ എല്ലാ കൃഷി ഉണ്ടാക്കും, എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കും. അപ്പോൾ ഇപ്രാവശ്യം പയറാണ്, പയറ്, വെണ്ട, തക്കാളി ഇതൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്ന മാതിരി സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഏതായാലും വേറെ വീഡിയോ ആയിട്ട് വരാം. അതിലേക്കും ടാറ്റാ.